ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 വേണ്ടി CGL CHSL 2024 വേണ്ടി മിഷൻ CGL 24 എന്ന് പറയുന്നുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം ഇതിനോടകം പെർസെൻറ്റേജ് ഓൾജിബ്ര ക്ലാസ് ചെയ്തിട്ടുണ്ട്, പെർസെൻറ്റേജ് ക്ലാസ്, റേഷ്യോ ക്ലാസ്, അതേപോലെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇത്രയും ക്ലാസ്സുകൾ ഏകദേശം ഒരു 10-11ഓളം ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ മിഷൻ CGL എന്നുള്ള പേരിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എങ്ങനെ പഠിച്ചു തുടങ്ങണം, മാത്സ് എങ്ങനെ പഠിക്കണം, എന്താണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഡീറ്റെയിൽഡ് വീഡിയോയും നിങ്ങൾക്ക് ഇതിലെ പ്ലേലിസ്റ്റിലെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ആ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് അതിലെ ക്ലാസ്സുകളെല്ലാം കണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റിയും അതേപോലെ അത് നിങ്ങളുടെ മെത്തേഡാക്കി നിങ്ങളുടെ എക്സാംസിന് വേണ്ടി അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ വരുന്ന ഒരു പാർട്ടാണ്. ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഈ ചാനലിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ റേഷ്യോയെ പറ്റി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്താണെന്നും പാർട്ട്ണർഷിപ്പിലെ ക്വസ്റ്റ്യൻസ് SSC അതേപോലെ റെയിൽവേ എല്ലാ എക്സാംസിനും വരുന്നതാണ്. ഇപ്പോൾ SSC CGLനെ ആസ്പദമാക്കിയുണ്ട് നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും വരുന്ന പാർട്ട്ണർഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അത് ഡിസ്കസ് ചെയ്യാം. രണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ആദ്യത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ലൈവ് ക്ലാസ്സസ് ആൻഡ് അത് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ ദിശ ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക, ഈ സിമ്പിളുള്ള ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാ ടൈപ്പുള്ള ക്ലാസ്സുകളും എല്ലാ എക്സാംസിന് വേണ്ടിയുള്ള ലൈവ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. CGLന് വേണ്ടിയുള്ള ബാച്ചസും ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇത് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കാലിക്കട്ടും ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം എന്താണ് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ എവിടെയാണ് ഈ പാർട്ട്ണർഷിപ്പ് എന്ന് കേട്ടിട്ടുള്ളത്? നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നൊരു ടേം അതായിരിക്കും അല്ലേ. നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ പാർട്ട്നേഴ്സ് കാണും. അപ്പോൾ അവർ അതിനകത്ത് എന്ത് ചെയ്യും, പൈസ ഇടും, എന്നിട്ട് അതിനൊരു ലാഭം കിട്ടും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ലാഭം നോക്കുവാണെങ്കിൽ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ കുറച്ച് പൈസ ഇട്ടു. ഒരു ബിസിനസ്സിൽ A എന്നും B എന്നും പറഞ്ഞ രണ്ടാൾക്കാരുണ്ടെന്ന് വെച്ചോ, രണ്ടാൾക്കാർ. ഇപ്പോൾ ബിസിനസ്സിൽ എന്ത് ചെയ്യുവാണ്, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, എ എന്നും B എന്നും പറയുന്ന രണ്ടാളുകളുണ്ട്. അവരെന്ത് ചെയ്യുവാണ്, ഒരു ബിസിനസ്സിൽ അവർ കൂടിച്ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങുവാണ് പാർട്ട്ണർഷിപ്പിൽ. ഇതിനാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യും, അവർ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പൈസ ഇടുമല്ലോ, അതിനാണ് നമ്മൾ ക്യാപിറ്റൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, മണി ഇൻവെസ്റ്റഡ് എന്ന് പറയും. മണി എന്താണ്, മണി ഇൻവെസ്റ്റഡ്. ഇപ്പോൾ ഇൻവെസ്റ്റഡ് മണി അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ A ഇട്ട രൂപ, എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് IA എന്നും, B ഇൻവെസ്റ്റ് ചെയ്ത രൂപ IB എന്ന് പറഞ്ഞാൽ എന്താണ്, B ഇട്ട പൈസ, IA എന്ന് പറഞ്ഞാൽ A ഇട്ട പൈസ. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. ഇനി ക്യാപിറ്റൽ മാത്രം മതി പോരല്ലോ, എത്ര സമയത്തേക്ക്. ചിലപ്പോൾ ഇപ്പം ക്യാപിറ്റൽ IA എന്ന് പറയുന്ന പൈസ A ഇടുന്നത് ചിലപ്പോൾ 2 വർഷത്തേക്കായിരിക്കും ആ ബിസിനസ്സിൽ. എന്നിട്ട് എന്ത് ചെയ്യും, Aയുടെ പൈസ അങ്ങ് എടുക്കും. B ഇടുന്നത് ചിലപ്പം 3 വർഷത്തേക്കായിരിക്കും. അപ്പം കൂടുതൽ കാലം ഇട്ട ആൾക്കും എന്ത് വേണം, മുൻതൂക്കം വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, നമ്മുടെ ടൈമും കൂടെ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം എന്ന് പറഞ്ഞാൽ ഈ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര സമയത്തേക്കാണ് ചെയ്തിരിക്കുന്നത്, അതാണ് സിമ്പിൾ മീനിങ്. അപ്പം ഇതിൻ്റെ Aയുടെ സമയത്ത് ഞാൻ TA എന്നും B ഇട്ട സമയത്ത് TB എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് ഈ ഓരോ ടേംസ് ഒന്നും എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പാർട്ട്ണർഷിപ്പ് ക്വസ്റ്റ്യൻസ് നോക്കി തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനി എന്ത് ചെയ്യുകയാണ്, ഇവർ രണ്ടുപേരും ഇതേപോലെ എന്ത് ചെയ്തു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. Aയും Bയും കൂടെ ഇതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് IA എന്ന് പറഞ്ഞാൽ എന്താണ്, A ഇട്ട പൈസ, മണി ഇൻവെസ്റ്റഡ്. IB എന്ന് പറഞ്ഞാൽ B ഇൻവെസ്റ്റ് ചെയ്ത മണി. ടൈം എന്ന് പറഞ്ഞാൽ A ഈ ഇത്രയും പൈസ ഇട്ടത് TA എന്ന് പറയുന്ന ടൈമിലും, B ഇത്രയും പൈസ ഇട്ടത് TB എന്ന് പറയുന്ന ടൈമിലുമാണ്. അപ്പോൾ ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ നോക്കുകയാണ്, ഒരു വർഷം കഴിഞ്ഞിട്ട്, ഒരു വർഷം എത്ര വർഷം ആയിക്കോട്ടെ, ഞാൻ ഒരു വർഷം എടുക്കുകയാണ്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഇവൻ്റ് അല്ലെങ്കിൽ N വർഷം, എത്രയോ വർഷം ആയിക്കോട്ടെ, എന്ത് ചെയ്യുകയാണ്, ഇവർക്കൊരു പ്രോഫിറ്റ് കിട്ടി. ഇവർക്ക് എന്ത് കിട്ടി, ഈ ബിസിനസ് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി, പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യണ്ടേ, രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഏത് റേഷ്യോയിലായിരിക്കും നമ്മൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്, അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ റേഷ്യോയിലായിരിക്കും, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം. അതായത് ഒരാൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, അവരെത്ര സമയത്തേക്ക് ചെയ്തു, ഇതിൻ്റെ റേഷ്യോയിലായിരിക്കും എന്ത് പറയുന്നത്, നമ്മൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഒന്നും കാണത്തില്ല. അതായത് പ്രോഫിറ്റിൻ്റെ റേഷ്യോ, ഇവർ തമ്മിലുള്ള
ഇപ്പോൾ അവർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ബിസിനസ് കഴിഞ്ഞ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാർട്ണർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ എന്ത് വേണം? റേഷ്യോയുടെ ബേസിക് കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്തായിരിക്കും? എക്കും ബിക്കും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്തായിരിക്കും? എക്ക് എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് IA ഇൻറ്റു എ ഇട്ട ടൈം, എത്രയാണോ എ ഇട്ടത് IA, അത്രയും വർഷത്തേക്കുള്ള ടൈം റേഷ്യോ. ബിയുടെ പ്രോഫിറ്റ്, ആ ബിസിനസ്സിൽ ബിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? IB എന്ന് പറഞ്ഞാൽ ബി ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇൻറ്റു എന്താണ്? ടൈം ഇൻ വിച്ച് ബി ഇൻവെസ്റ്റഡ് ദ എമൗണ്ട്. ഇപ്പം IA TA റേഷ്യോ IB TB, അതായത് പ്രോഫിറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ഓഫ് ബി ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എ ഇൻറ്റു ടൈം ഓഫ് എ. അതാണ് പ്രോഫിറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ബി ഇൻറ്റു ടൈം ഓഫ് ബി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമുല മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചിരിക്കണം. അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോഫിറ്റ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടൈമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ ആവശ്യമില്ല, കാര്യം നമ്മൾ റേഷ്യോ ആണ് എടുക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം. ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? കാര്യം ഇത് റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ റേഷ്യോയുടെ ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു എന്ന് പറയും? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ പ്രോഫിറ്റ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ടു ടൈം. നിങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതെന്ത് ചെയ്യുക? നന്നായിട്ട് അങ്ങ് പഠിച്ചോളാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഇത് എത്ര സമയത്തേക്ക് കിട്ടുമെന്ന് പറയുന്നതും നമ്മൾ എത്ര രൂപ കിട്ടുമെന്ന് പറയുന്നതും നമുക്ക് ലാഭത്തെ എന്ത് ചെയ്യും? നമ്മളെ സ്വാധീനിക്കും. ഓക്കെ, അപ്പം ഇനി ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ ടൈം പീരീഡ് സെയിം ആണെന്ന് പറയുകയാണ്. അതായത് ടൈം പീരീഡ് രണ്ടുപേരും ഇട്ട പൈസ ഇട്ടതിൻ്റെ കാലയളവ് ടൈം പീരീഡ് സെയിം എന്ന് പറയുകയാണ്. ടൈം പീരീഡ് സെയിം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പറയുവാണ് രണ്ടുപേരുടെയും ടൈം TA TB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഇയർ എന്ന് പറയുകയാണ്. രണ്ടുപേരും ഒരു വർഷത്തേക്കാണ് പൈസ ഇട്ടത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റിൻ്റെ റേഷ്യോ ആയിരിക്കും. റേഷ്യോ എന്തായിരിക്കും? റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്തായിരിക്കും? റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ TA TB എന്തായി? ഇവിടുത്തെ TA TB ഈക്വലായി. അപ്പോൾ എന്ത് ചെയ്യും? അത് ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലെങ്കിൽ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ത് കിട്ടും? റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ, അതായത് IA ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എ റേഷ്യോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ബി. അത് എ കിട്ടുന്ന പ്രോഫിറ്റ് ഇത്, ബി കിട്ടുന്ന പ്രോഫിറ്റ് ഇത്. ഓക്കെ, ഈ കൺസെപ്റ്റും ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് വരും? അതുപോലെ വരും. അപ്പം നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മണി നമ്മൾ എത്ര രൂപ ഇടുന്നു, അതേപോലെ നമ്മൾ എത്ര സമയത്തേക്ക് ഇടുന്നു, അതും എന്താണ്? ഒരു ബിസിനസ്സിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് നിങ്ങൾ പഠിക്കേണ്ട ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ അതിനകത്ത് ടൈം പീരീഡ് സെയിം നമ്മൾ പറഞ്ഞു. ഇനി വർക്കിംഗ് പാർട്ട്ണർ നമുക്ക് എന്തുണ്ട്? ഇതിനകത്ത് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ സെക്ഷൻ, ഓരോ ടൈപ്പ് എന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് കവർ ചെയ്യാം. അപ്പം ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ടൈം ആർ സെയിം ഉള്ളത് ഇതാണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി ടൈം ഡിഫറൻ്റ് ഉള്ളൊരു കേസുണ്ട്. ടൈം ഡിഫറൻ്റ് ഉള്ളത് അത് ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ് ആഫ്റ്റർ സം ടൈം. ഇനി അടുത്തൊരു ടൈപ്പാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടു കാണും. ആഫ്റ്റർ സം ടൈം എന്ത് ചെയ്യുന്നു? ഒരു പാർട്ട്ണർ വിഡ്രോസ് ഓർ ഡെപ്പോസിറ്റ് മണി. അതായത് കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 4 മാസം കഴിഞ്ഞ് എ കുറച്ച് പൈസ എടുക്കുന്നു, ബി കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കേസുകളിൽ ലാസ്റ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? അങ്ങനത്തുള്ള ടൈപ്പ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സം പാർട്ട് ഓഫ് പ്രോഫിറ്റ് അടുത്ത ടൈപ്പാണ്. സം പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഗോസ് ടു ചാരിറ്റി. എന്നിട്ട് എന്ത് ചെയ്യും? ബാക്കി അവർ ആ ബിസിനസ്സിലുണ്ടായിരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഷെയർ ചെയ്തെടുക്കും, അങ്ങനെ പറയും. ഫൈൻഡ് ദ റേഷ്യോ. ഇനി വേറെ ടൈപ്പാണ് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ടൈം. പ്രോഫിറ്റും തരും, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തരും. ഫൈൻഡ് ദ ടൈം റേഷ്യോ എന്താണെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ആ ടൈപ്പെല്ലാം നമുക്ക് കവർ ചെയ്യാം. അടുത്ത വർക്കിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ട്ണർ അല്ലെങ്കിൽ പാസീവ് പാർട്ട്ണർ, അങ്ങനത്തുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തുള്ള ഡിഫറൻറ്റ് ടൈപ്സ് ചേരുന്നതാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഈ ഒരു ചെറിയ കൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാണ്, നമ്മുടെ ഈ ഒരു കൺസെപ്റ്റുകളും അറിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് മെത്തേഡ് അറിയില്ല. അതുകൊണ്ടാണ് ഈ പാർട്ട്ണർഷിപ്പ് വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടിരിക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഡെയിലി എന്ത് ചെയ്യണം? നിങ്ങൾ മാത്സിൻ്റെ എക്സസൈസ് മസ്റ്റായിട്ടും ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ഈ പ്ലേലിസ്റ്റ് എടുക്കുക. ഈ പ്ലേലിസ്റ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ക്ലാസ്സുകളാണ്. അത് തൊട്ട് എന്ത് ചെയ്യണം? കണ്ടുവരണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് അത് യൂസ്ഫുൾ ആവത്തുള്ളൂ. CGL 2024 ഒരുപാട് വേക്കൻസീസ് വരാനുണ്ട്. നമ്മുടെ ഇൻകം ടാക്സിലൊക്കെ കേരളത്തിൽ വേക്കൻസി ഉണ്ട്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടറൊക്കെ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോളാം. ഓക്കെ, ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വേക്കൻസി ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി എന്ത് ചെയ്യാൻ നോക്കുക? നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്യുക? കണ്ടുപോവുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇത്രയൊക്കെ കൺസെപ്റ്റുകളെ നമുക്ക്
പാർട്ട്ണർഷിപ്പിൽ കൺസെപ്റ്റായിട്ട് പറയാനുള്ളൂ. ബാക്കി എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ വഴിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, പറയാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ക്വസ്റ്റ്യൻസ് ഓക്കെ. PQR ഇൻവെസ്റ്റ് ₹14,000, 18,000 and 24,000 റെസ്പെക്റ്റീവ്ലി ടു സ്റ്റാർട്ട് എ ബിസിനസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇഫ് ദ പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 2 years ഈസ് 25,480. അപ്പോൾ ഓരോ വേർഡ്സും എന്ത് ചെയ്യണം, ഓരോ സെൻറ്റൻസുകളും ക്ലിയർ ആയിട്ട് വായിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, അതായത് എന്താ, ഒരു വർഷം കഴിഞ്ഞ്, എൻഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞാൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി ചെയ്തു പോകാം. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ പേന എടുക്കാതെ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഞാൻ എത്തിക്കും. ഓക്കെ, അതിന് നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർ ഓഫ് P ആൻഡ് Q? ഓക്കെ, അപ്പം നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ടൈമുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. നമുക്ക് എന്ത് വേണം? ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ഓഫ് P ആൻഡ് Q. ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, റേഷ്യോ എന്ന് പറയുന്ന, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഈ ബിസിനസ് കയറി വന്നതേ ഉള്ളൂ. ബാക്കിയല്ല, നമ്മുടെ ആ പ്രോഫിറ്റ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റ് റേഷ്യോയിൽ കയറി വന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്? റേഷ്യോ തന്നെയാണ്. അപ്പോൾ റേഷ്യോയുടെ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുന്നതിനേക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡായിരിക്കും നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. അത് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, അപ്പം ഇവിടെ എന്താ നമുക്ക് വേണ്ടുന്നത്? നമുക്കിപ്പം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഇവിടെ എന്താ, ടൈം ഈക്വൽ ആണ്. നമ്മുടെ ഫസ്റ്റ് കേസ് ഞാൻ പറഞ്ഞത് ടൈം ഈക്വൽ ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്താണെന്ന് പറഞ്ഞത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ആയിരിക്കും. അതിലാർക്കും ഡൗട്ടില്ല. അപ്പോൾ അവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റിൻ്റെ റേഷ്യോ നമുക്ക് എന്ത് വേണം? പ്രോഫിറ്റിൻ്റെ റേഷ്യോ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനൽ പ്രോഫിറ്റാണ് തന്നിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാല്യൂ ആണ്. നമുക്ക് എന്ത് വേണം? നമുക്ക് റേഷ്യോയിൽ നിന്നും ഒറിജിനൽ വാല്യൂയിലോട്ട് പോകണം. പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇവരുടെ റേഷ്യോ? Pയുടെയും Qൻ്റെയും Rൻ്റെയും എല്ലാം നിങ്ങളെ നിരത്തി പിടിച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളിപ്പോൾ 1000 എന്നൊക്കെ എഴുതിക്കേണ്ട കാര്യമുണ്ടോ? ഈ 3 പൂജ്യവും ഈ 3 പൂജ്യവും നമ്മളിവിടെ എഴുതിയാലും എന്ത് ചെയ്യാനുള്ളതാണ്? കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ എഴുതുമോ? നിങ്ങൾ ഡയറക്റ്റ് എന്താ എഴുതേണ്ടത്? 2 വെച്ച് വെട്ടിയിട്ട് 7:9:12 എന്നാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ 14:18:24 എന്ന് എഴുതി. ഇനി നിങ്ങളിതിനെ 2 കൊണ്ട് വെട്ടുന്നു. അപ്പോൾ എന്ത് കിട്ടും? 7:9:12. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന ഒരാളും, അല്ലെങ്കിൽ 0 എഴുതി 0 വെട്ടി 3 സ്റ്റെപ്പാക്കി, ഒരു സിമ്പിൾ സ്റ്റെപ്പിനെ 3 സ്റ്റെപ്പാക്കി എഴുതുന്ന ആൾക്കാരുണ്ട്. ഡയറക്റ്റ് ഞാൻ എന്തായിരിക്കും, ഇനി നിങ്ങൾക്ക് ഡയറക്റ്റേ ഞാൻ പറയത്തുള്ളൂ. അതാണ് നമ്മുടെ മെത്തേഡ്. ഇങ്ങനത്തുള്ള മെത്തേഡ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്നും എന്ത് തന്നെ ഇരിക്കും, അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് സമയത്ത് എക്സാം എഴുതി കഴിയാൻ പറ്റില്ല. അതാണ് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റേഷ്യോ എന്ത് കിട്ടും? 7 എന്ന് പറഞ്ഞാൽ 14 2 കൊണ്ട് കിട്ടുന്നതാണ്. 7:9:12. ഇപ്പോൾ റേഷ്യോ കണ്ടവർക്കറിയാം ഇതിൻ്റെ അർത്ഥം എന്താണ്. P ഇൻവെസ്റ്റ് ചെയ്ത് 7 യൂണിറ്റ് ആണെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ആയിട്ടുള്ളതെല്ലാം പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അത് ഞാൻ റേഷ്യോയുടെ ബേസിക് ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? P 7 യൂണിറ്റ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ Q 9 യൂണിറ്റാണ് ഇൻവെസ്റ്റ് ചെയ്തത്. R എന്ന് പറഞ്ഞാൽ 12 യൂണിറ്റാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ടൈം സെയിം ആയതുകൊണ്ട് നമ്മൾ ടൈമിനെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായിരിക്കും? പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ റേഷ്യോയും ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ടോട്ടൽ 7 യൂണിറ്റ് 9 16 യൂണിറ്റ് 12 28 യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ 28 യൂണിറ്റാണ് നമുക്ക് പ്രോഫിറ്റിൻ്റെ ഇനത്തിൽ നമ്മൾ റേഷ്യോ എഴുതിയപ്പോൾ കിട്ടിയത്. പക്ഷേ ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഈ 28 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് അവർ പറയുന്നത് എത്ര? 254. ഞാൻ ഈവൻ വായിക്കുന്ന പോലെ 254.80 എന്ന് പറയുന്നത്. അങ്ങനെ എഴുതിയാൽ മതി. നിങ്ങൾ 25,450 എന്ന് പറയേണ്ട കാര്യമില്ല. 450. നമുക്ക് എന്തിൻ്റെ വാല്യൂ വേണ്ടുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ എന്താ വെച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർ ഓഫ് P ആൻഡ് Q? അതായത് Pക്ക് 7 യൂണിറ്റാണ് ഷെയർ ആയിട്ട് കിട്ടുന്നത്, പ്രോഫിറ്റിൻ്റെ ഷെയർ ആയിട്ട് കിട്ടുന്നത്. Qവിന് 9 യൂണിറ്റാണ് ഷെയർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റേഷ്യോയിൽ എത്ര യൂണിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്? 9 - 7 ഡിഫറൻസ് ആണ്. ഡിഫറൻസ് പറഞ്ഞാൽ എത്ര യൂണിറ്റാണ്? 2 യൂണിറ്റ്. അതായത് 28 യൂണിറ്റ്. റേഷ്യോയിൽ 28 യൂണിറ്റിൻ്റെ വാല്യൂ അറിയാം, 25,480. നമുക്ക് എന്തിൻ്റെ വാല്യൂ വേണം? റേഷ്യോയിലെ 2 യൂണിറ്റിൻ്റെ വാല്യൂ വേണം. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്ത് കിട്ടും? നമുക്ക് ഡീറ്റെയിൽ സം എടുക്കാം. 8 2 10 1 ഇവിടെ എത്ര വരും? 7 4 11 8 19 1 1 കൂടെ 2 2 ഡീറ്റെയിൽ സം 2 വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതല്ല. 9 6 വരുന്നത്. 12 3 15 6 ഇതാണ്. ഇതല്ല. 8 1 9 2 ഇത് ഹോൾഡ് ചെയ്യാം.
5ഉം 2ഉം 7. ഇതും ഡി ടി സമ്മ 2 അല്ല, എത്രയാണ് 2 വരുന്നത്? ഡി ടി സമ്മ 2 വരുന്ന ഓപ്ഷൻ ചെയ്തേ ഉള്ളൂ, ഓപ്ഷൻ സി ഉള്ളൂ. ഇപ്പോൾ ഡി ടി സമ്മിൻ്റെ ക്ലാസ് എവിടെ ചെയ്തിട്ടുണ്ട്? നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. ഡിജിറ്റൽ സം ഇൻ മലയാളം ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റൽ സമ്മിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം, ഇതൊക്കെ കാണുമ്പോൾ തന്നെ 2 8 നോക്കുമ്പോൾ എന്താണ് ഡിനോമിനേറ്റർ 1 ആണ് വരുന്നത്. പിന്നെ നമ്മൾ അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഡി ടി സമ്മ് ഫെയിൽ ആവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ബാക്കി കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഫുൾ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. ചെയ്യാത്ത മാക്സിമം ടൈമും എന്ത് ചെയ്യണം? നമ്മൾ ഫുൾ കാൽക്കുലേഷനിൽ നിന്നും ഒഴിവായിട്ട് നിൽക്കണം. അപ്പം എൻ്റെ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വരും? ഒരു പാടായിട്ട് തോന്നും. പക്ഷേ അത്ര ഇപ്പം ഞാൻ നല്ല സ്ലോ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, പാടായിട്ട് തോന്നും. എന്ത് ചെയ്യാം? ബാക്കിയുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്താവും? ഇതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ജോലി കിട്ടാതിരിക്കുന്നത്. ഓക്കെ, അത് മറിയണം. അതായത് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് പേര് സെൻട്രൽ ഗവൺമെൻറ് ജോബിലേക്ക് എന്ത് ചെയ്യണം? വരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബി സി എന്ത് ചെയ്യാണ്? എ ബി സി സ്റ്റാർട്ട് എ ബിസിനസ്. ഓക്കെ, 3 പേര് ബിസിനസ് ചെയ്യുന്നു. എ ഇൻവെസ്റ്റ് 33 1/3% ഓഫ് ദ ടോട്ടൽ ക്യാപിറ്റൽ. അപ്പോൾ 33 1/3% എന്താണെന്നൊക്കെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 1/3 ആണ്. അപ്പം എ എത്രയാണ്? 1/3 ഓഫ് ദ ക്യാപിറ്റലാണ്. ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1/3 ആര് പേ ചെയ്യുന്നു? എ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രയാണ്? 25% ഓഫ് ദ റിമൈനിങ്ങിൻ്റെ 25%, അതായത് 1/4, അതായത് റിമൈനിങ്ങിൻ്റെ ആണ്. ശ്രദ്ധിച്ചോണേ, റിമൈനിങ്ങിൻ്റെ അത് നമുക്ക് നോക്കാം. ബി 1/4, 25% 1/4 ആണ്. ആൻഡ് സി ഇൻവെസ്റ്റ് ദ റെസ്റ്റ്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ബാക്കി, റിമൈനിങ് ബാക്കി എത്രയാണോ അത്രയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ടോട്ടൽ ക്യാപിറ്റലിനെ, ഇപ്പോൾ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഇത്രയും പെർസെൻറ്റേജ് എന്നല്ലേ പറയുന്നത്, അല്ലെങ്കിൽ ഇത്ര പാർട്ട് എന്നല്ലേ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. അപ്പോൾ ഈ ടൈപ്പ് നിങ്ങൾക്ക് ഫ്രാക്ഷനിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ 4 ഹൈ ക്വാളിറ്റി ക്ലാസ്. നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഗുണം എന്താണെന്നും അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും. അപ്പോൾ എന്ത് ചെയ്യുക? അത് പോയി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ക്യാപിറ്റലിനെ ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രാക്ഷനിലാണ് വരുന്നതെങ്കിൽ ടോട്ടൽ ക്യാപിറ്റലിനെ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. അതായത് 3ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾ എത്രയാണ്? ടോട്ടൽ ക്യാപിറ്റൽ 12 യൂണിറ്റ് ആണെന്ന് വെച്ചോ. അതായത് 12 യൂണിറ്റ് ആണ് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 33 1/3%, അതായത് ടോട്ടലിൻ്റെ 1/3%, 1/3 പാർട്ട്. അതായത് 12ൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12/3, 4 ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യണം. ചാനലിൽ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്ന വീഡിയോ ഉണ്ട്. ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ കണ്ടിട്ടും ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവർ അത് സ്റ്റാർട്ട് ചെയ്യുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എക്സാമിന് വേണ്ടി. അത് ചെയ്ത് തുടങ്ങിയവർക്കറിയാം അതിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്താ ചെയ്യുന്നത്? ബി ഇൻവെസ്റ്റ് 25% ഓഫ് ദ റിമൈനിങ്. എപ്പോഴും ശ്രദ്ധിച്ചോണേ, റിമൈനിങ്. അതായത് 12 ഉണ്ടായിരുന്നു, അതിനകത്ത് 4 എ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ബാക്കി ആരാണ്? 8 ഉണ്ട്. ഇതാണ് റിമൈനിങ്. ഒരിക്കലും 12ൻ്റെ 1/4 അല്ല ചെയ്യേണ്ടത്, 8ൻ്റെ 25%. അതായത് 8ൻ്റെ ബാക്കിയുള്ള 8ൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 യൂണിറ്റ് ബി ചെയ്യുന്നു. ഇപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കി റിമൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് റിമൈനിങ് എന്ന് പറഞ്ഞാൽ 4 × 6 ആയി. ബാക്കിയുള്ളത് ഇതാ, ടോട്ടൽ 12 ആണ്. അപ്പോൾ 6 ആയി. ബാക്കി എത്ര ഉണ്ട്? സിക്ക് 6 ഉണ്ട്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. ഓക്കെ, നിങ്ങൾക്കിത് ക്യാൻസൽ ചെയ്തിട്ട് 2 വെച്ച് ക്യാൻസൽ ചെയ്തിട്ട് റേഷ്യോ ആയിട്ട് എടുക്കാം, കുഴപ്പമില്ല, റേഷ്യോ ആയിട്ട് എടുക്കാം. ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ. നേരത്തെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. ഇവിടെ എന്താണ്? ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നേരത്തെ പോലെ ഡയറക്റ്റ് വാല്യൂ അല്ല തരുന്നത്. ഇതേപോലെ ഒരു എന്തായിട്ടാണ് തരുന്നത്? നമുക്കൊരു റിലേഷനായിട്ടാണ് തരുന്നത്. അത് മാത്രമേ ഇവിടെ എന്തുള്ളൂ? വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്ത് കിട്ടും? നമുക്ക് റേഷ്യോ എടുക്കാം, വേണമെങ്കിൽ റേഷ്യോ എടുക്കാം, കുഴപ്പമില്ല. റേഷ്യോ കിട്ടും 2:1:3, കോമൺ ആയിട്ടെല്ലാം വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതാണ് എന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. അല്ലെങ്കിൽ ഇവിടെ ടൈം എന്താണ്? ഇവിടെ ടൈം 1 ഇയർ തന്നെയാണ്. ടൈം സെയിം ആയതുകൊണ്ട് നമുക്ക് ടൈമിന് ഇവിടെ പ്രസക്തിയില്ല. കാര്യം എല്ലാ റേഷ്യോയിലും എന്തായി പോകും? കട്ടായി പോകും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ തന്നെ ആയിരിക്കും എന്ത്? പ്രോഫിറ്റിൻ്റെ റേഷ്യോ. അപ്പോൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ത് കിട്ടി? 2:1:3 കിട്ടി. ഇപ്പോൾ എന്തായി? കുറച്ചുകൂടി എളുപ്പമായി. ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായി. ഇപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ടോട്ടൽ പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എത്രയാണ്? 186,3,0. അപ്പോൾ ഈ 186,3,0 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ. ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എത്ര നമുക്ക് റേഷ്യോയിൽ വരുന്നത്? എക്ക് 2 യൂണിറ്റ്, ബിക്ക് 1 യൂണിറ്റ്, സിക്ക് 3 യൂണിറ്റ്. എത്ര വരും? 2 1 3 3 3 6. അതായത് ടോട്ടൽ 6ൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 186,3,000. വാട്ട് ഈസ് എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ CGL ചോദിച്ച ക്വസ്റ്റ്യനാണ്. CGL 13 ഏപ്രിൽ 2021 ഷിഫ്റ്റ് 3 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പം 6ൻ്റെ റേഷ്യോയിൽ 6ൻ്റെ വാല്യൂ ആണ് 186,3,000. നമുക്ക് എയുടെ ഷെയർ എത്രയാണ്? 2 യൂണിറ്റ്. 2ൻ്റെ വാല്യൂ വേണം. നമുക്ക് എന്ത് കിട്ടും? ഇത് 21 × 6 ആണ്. 21 2 വെച്ച് കിട്ടുമ്പോൾ എന്തൊരു 3 വരും. 186/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 62 കഴിഞ്ഞിട്ട് 3 0.
62 3 0. അപ്പോൾ എളുപ്പമുള്ള കാൽക്കുലേഷൻ ആണെങ്കിൽ നിങ്ങൾ ഡിറ്റി സം ഒന്നും എടുക്കാൻ നിൽക്കണ്ട. ഡിനോമിനേറ്ററിൽ 6 വരുന്നെങ്കിൽ ഡിറ്റി സം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? നമ്മൾ 6നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഡിറ്റി സം എടുക്കണം. ഡിനോമിനേറ്ററിൽ 3 6 9 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റി സം ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിനെ ക്യാൻസൽ ചെയ്ത് കളയണം. ഓക്കെ, അതൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതിൽ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഓപ്ഷൻ എ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഈ ഒരു ടൈപ്പ് വരുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അസ്യൂം ചെയ്യണം. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് എഴുതിയത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും എന്ത് ചെയ്തത്? ഇത്രയും എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ ടോട്ടൽ എന്തെടുത്തു? 1/3 1/4. ടോട്ടൽ 12 ആണെങ്കിൽ അതിൻ്റെ 1/3 എന്ന് വെച്ചാൽ 4 യൂണിറ്റ് എ, ബാക്കി 8ൻ്റെ 1/4, 2 യൂണിറ്റ് ബി, ബാക്കി 6 സി. ഇപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1:3 കിട്ടും. ടോട്ടൽ 6 യൂണിറ്റിൻ്റെ വാല്യൂ അത് തന്നെയാണ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ. 6ൻ്റെ വാല്യൂ ആണ് 186 എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 31 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 31 ഗുണം 2 വേണ്ടുന്നത്. 31 ഗുണം 2 എന്ന് പറയുമ്പോൾ 62. ഇതെന്ത് ചെയ്യാം? പേന എടുക്കാതെ ചെയ്യാം. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ തന്നെ പഠിക്കുക. നിങ്ങൾ എൻ്റെ ക്ലാസ്സിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ എന്ത് ചെയ്തു? നമ്മൾ 33 1/3%, 1/3 ആയിരുന്നു. 25% എത്രയാണ്? 1/4 ആണ്. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതെല്ലാവരും എന്ത് ചെയ്യുക? കാണുക. നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിളിനെ എന്തെടുത്തു? ടോട്ടൽ ക്യാപിറ്റലായിട്ട് എന്ത് ചെയ്തു? എടുത്തു. എന്താണ് ഇതിൻ്റെ മൾട്ടിപ്പിൾ? ഇങ്ങനത്തുള്ള വരുന്നത്, ഇങ്ങനെ ഫ്രാക്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ എടുത്താൽ മതി. ഓക്കെ, ടോട്ടൽ ക്യാപിറ്റൽ എന്തെടുത്തു? 3 ഗുണം 4 എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തു. നമ്മുടെ റേഷ്യോ കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് തരട്ടെ. ഓക്കെ, ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അടുത്ത ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ടൈം ഉള്ളത്. ഓക്കെ, ടൈം ആർ ഡിഫറെൻ്റ്. ഓക്കെ, ടൈം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈം. ഓക്കെ, ഡിഫറെൻ്റ് ടൈം. ഇപ്പോൾ ഡിഫറെൻ്റ് ടൈം ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്തായിരിക്കും? പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നേരത്തെ പറയുകയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് I1 T1 റേഷ്യോ I2 T2. 3 പേരുണ്ടെങ്കിൽ എന്ത് വരും? 3 പേരുണ്ടെങ്കിൽ അവരുടെ ആളും വരും. I3 T3. ഓക്കെ, 4 പേരുണ്ടെങ്കിൽ I4 T4. അപ്പോൾ അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈമിൻ്റെയും പ്രോഡക്റ്റിൻ്റെ റേഷ്യോ ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ 3 പേരാണെങ്കിൽ എന്താണ്? ഇങ്ങനെ ആയിരിക്കും നമ്മൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനോട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കേ. നിതിൻ സ്റ്റാർട്ട്സ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിഹിത് സ്റ്റാർട്ട്സ് എ ബിസിനസ് വിത്ത് ₹700. ആഫ്റ്റർ 5 months അമിത് ആൻഡ് പട്ടേൽ ജോയിൻഡ് ഹിം വിത്ത് 300 and 400 റെസ്പെക്റ്റീവ്ലി. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, അതായത് ഒരു വർഷം കഴിഞ്ഞ്, ദ ബിസിനസ് ഗേവ് എ പ്രോഫിറ്റ് ഓഫ് 627. ഫൈൻഡ് ദ ഷെയർ ഓഫ് പട്ടേൽ ഇൻ ദ പ്രോഫിറ്റ്. ഓക്കെ, പട്ടേലിൻ്റെ പ്രോഫിറ്റാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? നിഹിത് എന്ത് ചെയ്യണം? ഇവിടെ ടൈം എന്താണ്? ടൈം എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓക്കെ, ടൈം പീരീഡ് ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിഹിത് എത്ര രൂപ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്? നിഹിത്തിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 700 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആഫ്റ്റർ 5 months നമുക്ക് 7 3 4 എന്ന് എടുക്കാം. കാര്യം 2 0 വെട്ടിക്കളയാം. ഓക്കെ, നിഹിത് ആഫ്റ്റർ 5 months അമിത്തും പട്ടേലും എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഇത് ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പ് എഴുതുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അമിത് എത്ര രൂപയും കൊണ്ട് വന്നേ? 300 രൂപ. പട്ടേൽ എത്ര രൂപ കൊണ്ട് വന്നേ? 400 രൂപ. ഇതിൽ ഡൗട്ടൊന്നുമില്ല. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇവരുടെ ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൾ നിഹിത് എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിഹിത് എന്ത് ചെയ്യുന്നില്ല? നിഹിത് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിഹിത്തിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? 12 മന്താണ്. ഓക്കെ, അപ്പോൾ എല്ലാ മന്തിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ മന്തിലും കൊടുക്കണം. 12 മന്താണ്. ആഫ്റ്റർ 5 months എന്ത് ചെയ്തത്? അമിത്തും പട്ടേലും ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ അമിത്തും പട്ടേലും ഈ ബിസിനസ്സിൽ എത്ര നാൾ നിന്ന് കാണും? ടോട്ടൽ ഒരു വർഷത്തെ കാര്യമാണ് നോക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ്. അപ്പോൾ ടോട്ടൽ 12 മന്താണുള്ളത്. അതിൽ 5 months കഴിഞ്ഞിട്ടാണ് ആര് വന്നത്? അമിത്തും പട്ടേലും. അപ്പോൾ 5 months കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് 5 കുറയ്ക്കുക. ബാക്കി എത്ര ഉണ്ട്? 7 മാസത്തേക്കാണ് എന്ത് വന്നത്? ഇവനും 7 മന്തിലേക്ക് വന്നു, ഇവനും 7 മന്തിലേക്ക് വന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇവരുടെ ടൈമിൻ്റെ റേഷ്യോ. അപ്പോൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഇവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. റേഷ്യോ എന്ന് പറഞ്ഞായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ റേഷ്യോ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമാണ്, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമാണ്. ഇതിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ എന്ത് കിട്ടും? എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള എന്തുണ്ട്? ഇവിടെ 2 0 ഉണ്ട്. ഒന്ന് ആദ്യമേ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. 2 0 ഉണ്ട്, 2 0 ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട്. ഈ പ്രോഡക്റ്റിൽ ഇവിടെ ബാക്കി എന്തുണ്ട്? 3 4 വേറെ കോമൺ ഒന്നുമില്ല. 12 റേഷ്യോ, ഇവിടെ ബാക്കി 3 റേഷ്യോ, ബാക്കി 4 ഉണ്ട്. അപ്പോൾ ഇതാണ് 12 റേഷ്യോ 3 റേഷ്യോ 4 ആണ് എന്തെന്ന് പറയുന്നത്? ഇവരുടെ ലാസ്റ്റ് ടൈമിൽ, അല്ല എൻഡ് ഓഫ്
1 ഇയർ. കാര്യം എൻഡ് ഓഫ് 1 ഇയറിൽ ഇവർ ഡിഫറൻറ്റ് ടൈമാണ്. ഓക്കെ, 5 മാസം കഴിഞ്ഞ് വേറെ ആൾക്കാർ വരുന്നുണ്ട്. നേരത്തെ ഇടയ്ക്ക് അങ്ങനെയൊന്നും പ്രശ്നമില്ലായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ എൻഡ് ഓഫ് 1 ഇയറിൽ ഇവിടെ റേഷ്യോ എന്താണ്? പ്രോഫിറ്റിൻ്റെ റേഷ്യോ 12:3:4. എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായല്ലോ? ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാം. 7 3 4. കാര്യം കോമൺ ആയിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയും. പിന്നെ ആദ്യത്തവൻ 7 × 12 ഡയറക്റ്റ് എഴുതാം. 7 × 12 ഫസ്റ്റവൻ, രണ്ടാമത്തവൻ എത്ര 7 3 × 7, മൂന്നാമത്തവനും 4 × 7 7 മാസം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാം? 7 മൊത്തം ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റേഷ്യോ 12:3:4 കിട്ടും പ്രോഫിറ്റിൻ്റെ റേഷ്യോ. അതായത് നിഹിത്തിന് 12 യൂണിറ്റാണ് കിട്ടുന്നതെങ്കിൽ അമിത്തിന് 3 യൂണിറ്റും പട്ടേലിന് 4 യൂണിറ്റാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ അറ്റ് ദ എൻഡ് ഓഫ് ദി ബിസിനസ്. പ്രോഫിറ്റ് 627. എത്രയാണ്? 12 3 15 4 19. അതായത് 19 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത്. എത്ര? 627. ക്വസ്റ്റ്യൻ എന്താ വെച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഷെയർ ഓഫ് പട്ടേൽ. പട്ടേലിന് എത്ര കിട്ടുന്നത്? 4 യൂണിറ്റ്. 4 യൂണിറ്റിൻ്റെ വാല്യൂ വേണം. ഇവിടെ ഡിറ്റി സം നോക്കാം. അടിയിൽ 1 ഇവിടെ 9 6 6 4 24 6 വരും ഡിറ്റി സം. 9 ഇത് 1 9 1 5 2 6 ഇത് 6 11 1 12 3 ഓപ്ഷൻ സി എന്ത് ചെയ്യാം? നമുക്ക് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേഷൻ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യാം. 19 × 3 57. ബാക്കി 57 3 33 × 4 34 120 3 4 12 132 ആൻസർ വരും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക? ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, 132 ആൻസർ വരും. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഹോംവർക്ക് തരാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ ചെയ്യും. അപ്പോൾ പാർട്ട് 2 നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസ്സുകൾ കൂടുതൽ തരണോ വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് എല്ലാവരും ഈ ക്ലാസ്സിൻ്റെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ക്ലാസ് കണ്ട് മനസ്സിലായി എന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ശരിയാണോ തെറ്റാണെന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാം? നോക്കിയിട്ട് പറയാം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ഇടുക. മാക്സിമം പേർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മാത്സിൻ്റെ ക്ലാസ് മാത്രം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത് മാത്സിൽ. അപ്പോൾ ഫൗണ്ടേഷനും എങ്ങനെ സ്പീഡ് കാൽക്കുലേഷൻ ചെയ്യാം, എങ്ങനെ ഓരോ ചാപ്റ്ററും പഠിക്കാം, എല്ലാ കാര്യങ്ങളെല്ലാം ഫൗണ്ടേഷൻ ബാച്ച് മാത്സിന് മാത്രമായിട്ടുള്ളത് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. മാത്സിന് മാത്രം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മാത്സിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വരത്തില്ല. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ദിശ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.